എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻട്രി എക്സിറ്റ് എളുപ്പമാണല്ലോ. പക്ഷെ എല്ലാവർക്കും മടിയുള്ളൊരു ഏരിയയാണ് ജേണലിംഗ്. ജേണലിംഗ് ഭയങ്കര മടിയാണ്. എന്ത് ഈ ജേണലിംഗ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു ലോസ് മേക്കിംഗ് ട്രേഡറായി കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ജേണലിംഗ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു എഡ്ജ് കണ്ടെത്താൻ പറ്റുക? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എൻട്രി എക്സിറ്റ്സ് അതൊക്കെ ബേസിക്സ് ചെയ്താൽ പിന്നെ നമ്മുടെ ഇമോഷൻസ് എഴുതാൻ പഠിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് കണ്ടീഷനിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്, ഇങ്ങനത്തെ ആ ഇമോഷൻസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 മാസമൊക്കെ നമ്മൾ എഴുതിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇടയ്ക്കൊന്ന് മറച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും ശരിക്കും. നമ്മൾ ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെയിം ഇമോഷൻസ് ആയിരിക്കാം മിക്കപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലോസിൽ വരുന്ന സമയത്ത് സെയിം മിസ്റ്റേക്കുകൾ കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മളെ സഹായിക്കും. അപ്പൊ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതേ ഇമോഷൻസ് ഇനി വരുമ്പോൾ നമുക്ക് ഒരു ലോസ് മേക്കിംഗ് സമയത്താണ് നമുക്ക് ആ ഒരു ഇമോഷൻ വരുന്നത്. അപ്പൊ ആ ഇമോഷനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ട്രേഡിംഗ് ജേണലിംഗ് കൊണ്ട് ഒരു എഡ്ജ് കണ്ടെത്താൻ പറ്റാന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഇത് എഴുതി പോയിട്ട് മാത്രം കാര്യമില്ല. ഇടയ്ക്ക് ഇതിനെ തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് നമുക്ക് എന്താണോ നമ്മുടെ മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ സ്ട്രോങ് ഏരിയാസ്, അത് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് ജേണലിംഗ് കൊണ്ടൊരു ഗുണമുള്ളൂ. അപ്പൊ ഇനിയും ജേണലിംഗ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മിസ്റ്റേക്സും നിങ്ങളുടെ പവർഫുൾ ഏരിയാസും. ഓക്കെ, താങ്ക് യു.